പക്ഷേ കെ.ബി. ഗണേഷ് കുമാർ അദ്ദേഹം ഞാൻ ആഘോഷിക്കുകയല്ലായിരുന്നു. ആഘോഷിക്കുന്നവർക്കേ അത് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ആരാഘോഷിക്കുന്നു? അല്ല, ആഘോഷിക്കുന്നവർക്കേ ഈ പറയുന്ന കൂടുതൽ കാലം ഇരിക്കണം എന്നുള്ള ആഗ്രഹം വരേണ്ട കാര്യമുള്ളൂ. എനിക്കങ്ങനെയല്ലല്ലോ. ഞാൻ MLA ആയി തുടരുകയാണ് തിരുവനന്തപുരം പോലുള്ളൊരു മണ്ഡലത്തിൽ. കേരളത്തിലെ ഏറ്റവും നമ്പർ 1 മണ്ഡലമാണ് തലസ്ഥാന മണ്ഡലം, സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന മണ്ഡലം. ആ മണ്ഡലത്തിലെ MLA ആയിട്ട് ഞാൻ തുടരുകയാണെന്നുള്ള ഓർമ്മ വേണം. ഞാനല്ലാതെ മന്ത്രി കസേര നേരെ വീട്ടിൽ പോയിരിക്കുകയല്ല. കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. പിന്നെ എനിക്കെന്തിനാ ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യം എന്താ? എനിക്ക് കൂടുതൽ കാരണം മന്ത്രിയായി തുടരുന്നത് എനിക്കെൻ്റെ കോൺഫിഡൻസിൽ കൂടി നഴ്സ് ചെയ്യാൻ കഴിയുമല്ലോ. ഇനി ഇപ്പോൾ റെക്കോർഡായ കാര്യങ്ങളല്ല, പക്ഷേ അതൊരു ടോക്കാണ്, രാഷ്ട്രീയ വൃത്തങ്ങളിൽ ടോക്കാണ്. ഇങ്ങനെ ഒരു ഷണ്ട ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാറും താങ്കളും തമ്മിലുണ്ടായിരുന്നു. താങ്കൾ 5 വർഷം ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് കെ.ബി. ഗണേഷ് കുമാർ വരാതിരിക്കുന്നതിന് വേണ്ടി പല വിധത്തിലുള്ള നീക്കങ്ങൾ പലരും നടത്തിയപ്പോൾ അതിന് താങ്കളുടെ ഭാഗത്തു നിന്നൊരു പിന്തുണ ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബുദ്ധിമുട്ടിന് കാരണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരാളെങ്കിലും പറയട്ടെ. അത് മഞ്ജുഷിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പറയുമോ? ഒരാൾ പറയട്ടെ. അത് ചുമ്മാ നിങ്ങൾ അങ്ങനെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള സംഭവം സത്യമല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്ക് കൂടേണ്ട ആവശ്യമില്ല. യാതൊരു വഴക്കുമില്ലല്ലോ. നിങ്ങൾ പറയുന്നതാണ് വഴക്ക്. ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുമില്ല. കേരളത്തിൽ കേട്ടുകേൾവിയില്ല. ഒരു മുന്നണിയിൽ നിന്ന് ഈ ടേം അനുസരിച്ച് ഒരാൾ മാറി മറ്റൊരാൾ വരുമ്പോൾ മറ്റൊരു മുന്നണിയിൽപ്പെട്ട ഒരാൾക്ക് പകരമാണ് ഞാൻ വരുന്നത് എന്ന രീതിയിൽ ആ മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അങ്ങനെ നടക്കാറില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വഴക്കായിട്ട് ചിത്രീകരിക്കേണ്ട. പറഞ്ഞ ആളെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. നിങ്ങൾ തമ്മിലുള്ള വഴക്കല്ല എങ്കിൽ, നിങ്ങൾ തമ്മിലുള്ള വഴക്കല്ല, പാർട്ടികൾ തമ്മിലുള്ള വഴക്കാണോ അല്ലെങ്കിൽ മുന്നണിയിലുള്ള അസ്വസ്ഥതയാണോ എങ്കിൽ ഈ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സ്വാഭാവികമല്ലേ. കാരണം ഒരാൾ വരുമ്പോൾ ഇപ്പം ഭരിക്കുന്ന ആളെക്കാൾ ഇപ്പം ഭരിക്കുന്നത് മോശമാണ്, ഞാൻ നന്നാക്കിയത് എന്നൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ മോശമായി കിടന്നതിനെല്ലാം നന്നാക്കി, ഇതുവരെ മോശം കാരണം ഇപ്പോൾ നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ആളിൽ ചോദിക്കൂലേ. അതുകൊണ്ട് ഇപ്പം മോശമാണ്, ഞാനാണ് ഇത് നന്നാക്കി എന്നൊരു പേര് ഉണ്ടാക്കിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം മാത്രമായിട്ട് ഞാൻ കാണുന്നു. ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാകാതിരിക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ നടന്നിരുന്നു തുടക്ക സമയത്ത്. ആദ്യ ടൈമിൽ അദ്ദേഹം വരാതിരിക്കാൻ അതേ നീക്കം തന്നെ അദ്ദേഹം ഈ 2.5 വർഷം കഴിഞ്ഞും വരാതിരിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും അദ്ദേഹം സംശയിച്ചിരുന്നു. അത് തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള കോക്കസ് ആണ് അതിന് പിന്നിലെന്നും അദ്ദേഹം പല തവണ പല ആളുകളോടും പറഞ്ഞിരുന്നു. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിൽ എവിടെയെങ്കിലും താങ്കൾ ഒരു ഭാഗഭാക്കായോ? കാരണം താങ്കളുടെ പേര് ആ കോക്കസിനുള്ളിൽ ഉയർന്നു വരുന്നു. ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഇങ്ങനെ ഒരു ആരോപണം. മഞ്ജുഷിൻ്റെ വായിൽ നിന്നാണ് കേൾക്കുന്നത്. ഇതുവരെ ഞാൻ കേൾക്കാത്തൊരു കാര്യം, പുതിയൊരു ആരോപണമായത്. കേട്ടപ്പോൾ രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് മാറണം. അത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആരെല്ലാം കുറിച്ച് എന്തെല്ലാം തെറ്റിദ്ധാരണ, അതെല്ലാം മാറ്റണമെന്ന് പറയാൻ ഞാനാളല്ലല്ലോ. അതൊക്കെ മാറ്റേണ്ടവർ സമയവുമായി കാലം ഇതെല്ലാം തെളിയിക്കുമല്ലോ.